ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്നലെ അട്ടപ്പാടി പോവാണ് ഗായ്സ്. അട്ടപ്പാടി സ്ഥലം ഞങ്ങൾ നാട്ടിൽ കുത്തിരിക്കാൻ നേരം ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾ ചാടിച്ചാൻ വേണ്ടിട്ട് അട്ടപ്പാടി പോവാണ്. ഞങ്ങൾ കയറിക്കൊണ്ട് അട്ടപ്പാടിലേക്ക് ഞങ്ങൾ പോകും. നോക്കാം ഏതാ പീരാന്തന്മാര് അട്ടപ്പാടി എത്തിയതിന്റെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടുവന്ന റൂട്ട് തിരിച്ചു പിടിച്ചു കൊടുക്കും. ഞങ്ങൾ പോകുന്ന റൂട്ടാണിത്. എത്തിയാൽ തന്നെ അറിയാം മേലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ അവിടെ എത്തിരി ചായ കുടിക്കുക, തിരിച്ചു പോരുക. നാട്ടിൽ വെറുതെ ചായ കുടിക്കാൻ പോകുന്ന അട്ടപ്പാടിയേക്ക് ഞങ്ങൾ വെറുതെ ചായ കുടിച്ചാൽ പോവുക, അത്രേ ഉള്ളൂ. സ്ഥലം കാണാനല്ല. സിമ്പിൾ. പിരാതമാര് മാമനൊരു ആഗ്രഹം പറഞ്ഞു കൊടുക്കുമ്പോ ഒരു ചായ അടിക്കാൻ പോവാന്ന്. അപ്പൊ നമ്മളത് എന്താട്ടി നമ്മള് പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടോ കണ്ടോ. ചെങ്ങായുടെ വണ്ടിയാണ് ആക്സസ് 125. ആടൊക്കെ നമ്മള് എല്ലാരും വാങ്ങുക, എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അപ്പൊ മലമേലെ തിരിവെച്ച് പെരിയാറിന്തണലിട്ട് ഗിരി തൂകും പെണ്ണല്ലേ അട്ടപ്പാടി. എല്ലാം മറന്നോ നീന്നകന്നോ എന്നെ വെറുത്തോ സജന ടോടോ. ഞങ്ങൾ പോവാനിട്ടാ കാണണോ? അതിന്റെ മുകളിൽ കയറാൻ പോരാ, ഇത്രേ ഉള്ളു പരിപാടി. ഇവിടെ എത്തും. അപ്പൊ അവിടെ എത്തിയിട്ട് സിബിലുർ റഹ്മാൻ അല്ല, സിബിലുർ റഹ്മാൻ അല്ല, എന്തിന്റെ പേര് സിബിലി. മതി. അടച്ചോനെ ഓഫ് റോഡായിട്ടോ. ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്ക് ഏതാ ഇവിടെ യൂട്യൂബിന്റെ പരിസരത്തോടെ കണ്ടിട്ടില്ല. ഓ നല്ല മഴ വരുന്നുണ്ട്. ചിലപ്പോ അതൊക്കെ കൊള്ളണ്ടി വരും. വീട് ചിലപ്പോ ഉണ്ടാവൂല, കിട്ടിയാലും നമുക്ക് സാഹചര്യം പോലെ. അതിന് ആ കോട കണ്ടില്ലേ, അതിന്റെ ഉള്ളിലാണ് ചായപ്പീടി. അപ്പോ അവിടെ മഴ ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ പുഴു വീഡിയോ ഉണ്ടാവും. മഴ ഇല്ലെങ്കിൽ വീടുണ്ടാവും, ഇല്ലെങ്കിൽ ഞങ്ങളെ വൈപ്പെടുത്തി ഞങ്ങൾ പോരും. നിങ്ങൾ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റിന്ന് വരില്ല. സങ്കടമുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് റോഡ് ഭയങ്കര മോശം കേട്ടോ. റോഡ് ഭയങ്കര മോശം. ഞങ്ങൾ ഓഫ് റോഡ് ആക്കും ഞങ്ങളെ വണ്ടി ആക്സസ് 125. ഓഫ് റോഡിനും പറ്റും. ഇതെന്താ ഇവിടെ റോഡിന് കണ്ടു ചോപ്പ് പതാകയൊക്കെ. വണ്ടിരിപ്പാതത്തെ അതൊക്കെ ഏതാ പാത? വണ്ടിരിപ്പാത, രണ്ടുപേരിപ്പാത. ഫുൾ മോശം. ഞങ്ങൾ ഇതാ പോകുന്നു. ചളിയാണ് ഫുള്ള്. പിന്നെ വണ്ടിയൊന്നും കഴുകി കൊടുക്കേണ്ടി വരും ആദ്യം. പിന്നെ ഞങ്ങളിവിടെ വൈക്ക് വെക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ, അത് കാണിച്ചരപ്പോ. ഇപ്പൊ കാണിച്ചരാ. ഇപ്പൊ ഉഗ്ഗും അതൊക്കെ ലൈവ് കാണാം. സീനില്ല, ഇത് സീനാട്ടോ. റോഡ് ഭയങ്കര മോശമാണ്. വാ കുറച്ച് കഴിച്ചിലായി. പക്ഷേ നമ്മളിവിടെ ഉഗ്ഗാൻ പോണ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഇത് വരുന്നത്.
കാണിച്ചത് അതിപ്പോ ഇവിടെ ഒരു ബുഗൽ ഇപ്പൊ കാണാം ഏതാനും നിമിഷങ്ങൾക്കകം. ഞാനല്ല രണ്ടാള് ബുക്ക് വണ്ടിയെ രണ്ടാളത്തില്ലേ ഉഗ്ഗുമ്പോ നമ്മള് ഉഗ്ഗും. അട്ടപ്പാടിക്കുന്ന ബസ് കയറില്ല അല്ലെങ്കിൽ അട്ടപ്പാടിക്ക് ബസ് കയറി വലിയ കാര്യമാണ് കഴിച്ച്. അട്ടപ്പാടിക്ക് ബസ് കയറി പോണത് ആരും കാണില്ല. സീഡുള്ള മക്കളെ ഓനെ ആൾക്കാരൊക്കെ നോക്കുക. ഇപ്പൊ എനിക്ക് ഏതാ ബ്ലോഗർ? നീ ഇത് വൈകിത്തെ ബ്ലോഗറാ വിട്ട് വെക്കാൻ നമ്മള് ബോത്തുണ്ടാവും. ക്യാമറ തിന്നണ പോലെ ഉണ്ടാവും. നല്ലവരെ സഹായിക്കുന്നു. ഏയ് കാക്കാ അട്ടപ്പാടിക്ക് അട്ടപ്പാടി പോകാൻ പറ്റില്ല അങ്ങോട്ട് തെങ്കര ഞങ്ങളെ വായി തെറ്റിച്ചാന്ന് നോക്കിയൊരു ചങ്ങായി അട്ടപ്പാടിക്ക് അങ്ങനെ ഞങ്ങൾക്ക് അറിയാം വഴി. കാണിച്ചു തരാം. ഞങ്ങളൊന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ. മൂപ്പര് പോകാൻ പറ്റില്ല പറഞ്ഞത്. ഇവിടെ അട്ടപ്പാടിക്കുള്ള വഴിയല്ല, ഇവിടെ പോകാൻ പറ്റൂല. ഈ മുത്തുമണി മനുഷ്യൻ നമ്മള് കുറ്റം പറയല്ലോ, ആളെ കുറ്റം പറയല്ല നമ്മള്. അതൊക്കെ ഞങ്ങള് പോയി ശരി. അട്ടപ്പാടിക്ക് വൈകൂടി പോകണ്ടാറ് നമ്മളോട്. നമ്മള് പോകും, മുപ്പര് പോകണ്ടാറ് നമ്മള് പോകും. ഇവിടെ ഇറങ്ങി മൂത്തൊഴിക്കുന്നുണ്ട്. അത് നമ്മള് ക്യാമറ പളർത്തി കഴിഞ്ഞാല് നമ്മള് സെൻസർ ബോർഡ് ഉണ്ടാവും. ഓ ബാക്ക് കാണിച്ചു കൊടുത്തേ. പോല ഞങ്ങള് വെറുതെ അതുവരെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ പോരും. ആള് പറഞ്ഞത് ശരിയാണ്, പോകൂല. അട്ടപ്പാടി ചിലപ്പോ പോകണ്ടാവൂല കേട്ടോ. ഞങ്ങള് വേഗം തിരിച്ചു പോരുട്ടോ, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഞങ്ങളപ്പോ എന്ത് ചെയ്യും? അട്ടപ്പാടി പോയി പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ചു. ഇവിടെ എവിടെ അട്ടപ്പാടി അറിയും. ഇത് ആരെടുക്കണേ തിരിച്ചുവിടാൻ പറഞ്ഞു. മഴയായോണ്ട് കയറ്റിയില്ല. അട്ടപ്പാടിക്ക് എത്തിയിട്ട് ഒരു കാക്ക അമ്മയോട് പറഞ്ഞോട് പോകണ്ടാന്ന് പറഞ്ഞു. നേരത്തെ ഞങ്ങൾ തിരിച്ചു വിട്ടു. ഞങ്ങൾ തിരിച്ച് ചായ കുടിച്ചാൽ മടി കയറിക്കണ്. മഴ കൊണ്ട് ആകെ അളിഞ്ഞിരിക്കാണ് ഇപ്പോൾ നമ്മുടെ കൂടെ. ഉള്ളിൽ കയറ്റാനായിട്ടുള്ള മുകളിലേക്ക് കയറ്റാനായിക്കുന്നില്ല. കാക്ക ഞങ്ങളോടെ പറയണം. കാക്ക മര്യാദക്ക് പറഞ്ഞാണ് പോകണ്ടാന്ന്. ഞങ്ങള് ഒന്ന് പോവാ കാക്കയാണ് അങ്ങനെ പോകുന്നതാണ്. പറയാൻ കാരണന്മാർ പറഞ്ഞ കേൾക്കണ്ട, അല്ലെങ്കിൽ നടക്കൂല. ഓഫായിക്കോ. ഞങ്ങൾ അപ്പോൾ അട്ടപ്പാടിക്ക് പോകൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പ്രത്യേക സ്ഥലത്തിനുള്ള ക്യാൻസൽ ആയിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു? നേരത്തെ കൂടി കാഞ്ഞിരത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. കാഞ്ഞിരം പുഴ ഫുൾ ബ്ലോക്കാണ് ഇവിടെ. ബ്ലോക്കല്ല, കയറ്റി വിടുന്ന കുരങ്ങ് സീനിട്ടോ. ഇത് പൊള്ളി. ഞങ്ങൾ കാഞ്ഞിരത്ത് പോകാറുണ്ടാണ്. മച്ചാ ഓ സീൻ മഴയത്തുണ്ടില്ലേ കോയായാലും കയറിയ മതി. ഒരു അരിശോകം സേടി മോദിത്തെ ഞങ്ങള് മഴയത്ത് പോവാണ്. ഓണൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ഇതൊക്കെ ഫോൺ ശരിയായി കൊടുത്തിട്ട് പിന്നെയുള്ള വീഡിയോ വരിക 96 എന്താ സേതുപതി, വിജയ് സേതുപതി. എന്താ കയറി അതിന് മുകളിൽ എന്താ എന്നൊക്കെ പറഞ്ഞ സ്ഥലം.
അവിടെ ഇങ്ങനൊരു വൈബ്. ഞങ്ങൾ അടുത്തത് അവിടുന്ന് പോന്നിട്ടുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയം ഷിബുലോ റൈഡർ ആക്സസ് 125 ആക്സസ് 120. അസ്സലാമലൈക്കും. കോടമഞ്ഞുണ്ട് അറിയണ്ടോ? കോടമഞ്ഞ് കാണിച്ചു മുന്നിക്ക് പെട്ടെന്ന് പോ. കോടമഞ്ഞ് അറിയണ്ടോ? ഇതാണ് കോടമഞ്ഞ്. ഈ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പോകെ വരിക. നല്ല കോടമഞ്ഞ് പറഞ്ഞിട്ട് കോടമഞ്ഞ് കൊണക്കാം. തിങ്കളാഴ്ച കണ്ട ഞായറാഴ്ച പോന്ന യാത്ര സങ്കടയാത്ര. ഇവിടെ വെള്ളം എന്തുണ്ട് പറഞ്ഞിട്ടോ? അത് ചാടിക്കിടക്കാണ് ഇപ്പോൾ. ഇതാണ് വെള്ളം. നമ്മുടെ കൂടെ എന്താണ് പേരടാ? നിങ്ങളുണ്ടാക്കിയ പറഞ്ഞോ ഏട്ടന്മാരോ? എന്താ പേര്? എന്റെ പേര് ശ്യാംദാസ്. മനു. സിനു. നിങ്ങളെന്താ പഠിക്കുക? ഇവിടെ കാണാൻ സ്ഥലം ഉണ്ടോ? ഇവിടെ കാഞ്ഞിരപ്പോയി നേരെ എത്തുമോ? നേരെ പോയിട്ട് ഇപ്പുറത്താ? നേരെ പോയിട്ട് അങ്ങോട്ടോ? ഓക്കെ. ഇവിടെ എന്തൊരു വെള്ളം ഉണ്ടായിരുന്നു റോട്ടില്. അത് ഈ വഴിക്കാ? ഈ വഴിക്ക് അവിടെയാണ്. ഓക്കെ. കുറെ പോകണ്ട. ഓക്കെ എന്നാ പോട്ടെ. ശരി, കാണാം. യൂട്യൂബ് പോയി കണ്ടോ? എന്താ പേര് അറിയോ? ആമിർ AY. ഷിബിലി. എന്റെ പേര് ആമിർ AY. അപ്പൊ ചാറ്റാ ബൈ. ബൈ. പോട്ടെ സെറ്റാട്ടോ. ഓലെടുത്തിപ്പോ ഏതാ യൂട്യൂബർ എന്നൊക്കെ സീനായിട്ടോ ഒരു യൂട്യൂബ്. ഓലിതിന്റെ ഓരോ റബ്ബേ ഏത് സെലിബ്രിറ്റി എന്ന് അറിഞ്ഞിരിക്കണോ? സെലിബ്രിറ്റി എന്ന് അറിഞ്ഞിരിക്കുന്നുണ്ടാവും. ഏതാ നോക്കുമ്പോഴേ സബ്സ്ക്രൈബ് നോക്കുമ്പോഴൊക്കെ പാവടാ. ചെക്കന്മാരെ അടിപൊളിയായിട്ടില്ല. എന്തായാലും സെറ്റാണ്. നല്ല സ്നേഹമുള്ള ഓരോ വാരുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഞങ്ങൾ വഴി എത്തിയതാണ്. ഓരോ ബൈക്കൂടെ സെറ്റ് പോയി. ഞങ്ങൾ വേറെ ബൈക്കാണ് പോകേണ്ടത്. നമുക്കെന്നും വഴി കയറ്റും. കാരണം ഡ്രൈവർ ഹിബിലി. വാഴവേ ഉണ്ടൊക്കെ ഞങ്ങളപ്പോൾ കാഞ്ഞിരപ്പുഴ എത്താനായിക്കണു. സീനാണ്. പോസ്റ്റടിക്കാ ഇപ്പോൾ ഗായ്സ് ഞങ്ങളിപ്പോൾ കാഞ്ഞിരപ്പുഴ എത്തിക്കണ്. കാഞ്ഞിരപ്പുഴ ഡാമൊക്കെ എത്തിക്കണ്. ഇതൊക്കെ കേട്ടോ അല്ലേ? ഇത് കാണാൻ വന്നിരിക്കണം ഇവിടെ. ഇങ്ങനെ ആടാൻ ബാക്കാൻ കൊടുത്തൊക്കെ സീനാണ്. ഓരോരുത്തരും ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഫോണിൽ ചാർജില്ല, അതാണ് പ്രശ്നം. ഇത് കുറച്ചും കൂടിയൊക്കെ കാണിച്ചു തരായിരുന്നു. ഇവിടെ വെള്ളമുണ്ട്. വരൂ, വെള്ളത്തേക്ക് വാ. ഇതെന്ത് വെള്ളം നല്ല കാര്യം അറിയൂ. ഒലിച്ചു. ഓ പൂന്തി പോയത് അറിയില്ലടാ. ചതുരം മണക്കില്ല. അയ്യോ കുറച്ച്
സീനില്ല, വെള്ളത്തിൽ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നിക്ക് വെള്ളത്തേക്ക് പോട്ടെ. കാല് കേട്ടോ ഒന്നുകൂടി. സീനൊന്നുമില്ല. ഇപ്പൊ ഒന്നും കൂടി ബുഗണ കാണാം. മല മേലെ തിരിവെച്ച് നല്ല പ്യുവർ വാട്ടർ, പക്ഷെ നല്ല പൂന്തി പോകുന്നുണ്ട്. കയറില്ല അയക്കൂടി വാ. കടക്കാനുള്ള വഴി കാണാനില്ല. അപ്പുറത്തേക്ക് ഇതെങ്ങനെ പോകുന്നുണ്ട്. ഇത് പോയിക്കുള്ള വഴിയാണ്. ഇതെന്ത് ചിച്ചു, നമുക്ക് ഒന്ന് ചാടി വെക്കാം. പിന്നെ അപ്പുറത്തേക്ക് ചാടാൻ പോട്ടെ. ഞാൻ ചലഞ്ച് ഏറ്റെടുക്കുന്നു. ഓക്കെ, ഇവിടെ പൂന്തലുണ്ടോ? കുടിച്ചോട്ടോ, കുടിച്ചോട്ടോ, കുടിച്ചോട്ടോ. ഇതിക്കും വലുത് ചാടിക്കടന്നവനാണ് ആമിർ. എല്ലാവരും ഫുട്ബോളിംഗ് ആണ്. സീൻ. എന്നിട്ട് എങ്ങനെയുണ്ട് ഒരു ഇത് പറയാ? എങ്ങാണ്ട് അടിപൊളിയാ സ്ഥലം. സ്ഥലം അടിപൊളിയാണ്. സ്ഥലം കണ്ട സ്ഥലം അവിടൊക്കെ കാണിച്ചെടുക്ക്, അപ്പുറത്തെ കാണിച്ചെടുക്ക്. സ്ഥലം സീന് മച്ചാ, സീന്. അപ്പൊ നല്ല വെള്ളം വരുമ്പോ വരരുത്, ഒരു മീഡിയം. പിന്നെ നല്ലൊരു മഴ വരുന്നുണ്ട് അടുത്ത്. ഇപ്പൊ ഞങ്ങള് ഷർട്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങിക്കണു. ഒന്ന് ഉണങ്ങിയതാണ് ഇപ്പൊ. ഇപ്പൊ അടുത്ത് നനയാൻ പോവാണ്. പക്ഷെ അതൊരു രസാട്ടില് മഴ കിടക്കുമ്പോ കൊള്ളണം. ഇനി പനി വന്നാല് ഇന്നെ ചവിട്ടും. പനിയെടുത്ത് ഫുൾ പനിയാണ്. എന്താണ് എന്താ പോയി ആയിക്കോട്ട് പോ. ഇവിടുത്തെ വിറ്റുണ്ടാവും കേട്ടോ. ഇവര് മീൻ പിടിച്ചാൻ പോവുകയാണ്. മീൻ പിടിച്ചാണ്, സെറ്റാണ്. ഞമ്മക്കും പലയിടത്ത് തുടങ്ങാൻ മതിയല്ലേ. ഉച്ചക്കത്തില് മീൻ കിട്ടി. ഉച്ചക്ക് രാത്രിക്കത്തിന് മീനാണ്. എന്താ ചിച്ച വലെടുത്തില്ല, അല്ലെങ്കിൽ ഇപ്പൊ മീൻ കൂട്ടായിരുന്നു. ചൂണ്ടയെടുത്താൽ മതി. അധികം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി വിൽക്കായിരുന്നു. പാലോട്ട് കൊണ്ടുപോയി വിൽക്കായിരുന്നു. ഗൂഡ്സോണിനെ വിളിച്ചായിരുന്നു. സെറ്റായില്ലേ. പിന്നെ കുറെ ടെക്നിക്കുണ്ട് കേട്ടോ. ഇനിയോ എന്താ കാട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പാടെ പിടിച്ചിട്ടേ ഇവിടുന്നില്ലേ ഈ രണ്ട് ആ തലക്കിയും പിടിച്ചു അങ്ങനെ വലിച്ചോണ്ട് പോകും അങ്ങോട്ട്. എന്നാലും അവിടെ കൊണ്ട് ഒറ്റക്ക് വരല്ല. നമ്മൾ മുണ്ടോണ്ടൊക്കെ പിടിച്ചൂല്ലേ പണ്ട്, അതേമാതിരി ഇത് രണ്ട് തലക്കിയും പിടിച്ചിട്ട് വലിച്ചോണ്ടാണ് പോയിട്ട് അവിടുന്ന് ഒറ്റ പൊന്തിച്ചരാ. അവിടുന്നോ കാര്യം മീനുണ്ടോ? മീനുണ്ടോ ഇതില്? മീൻ ഇട്ടിട്ടില്ലേ? സൂചിച്ചോളി. ഇപ്പൊ മീൻ കൊണ്ടുപോകും. ഇവർക്ക് മീൻ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ കൊണ്ടുപോകും. ജീവണ്ടോ ഇപ്പൊ പിടിച്ചിട്ടാണ്. പിന്നെ എന്താ സിബില് അയിലേ ആ പെടിയണോ? ഇവരോട് ചോദിച്ചു നോക്കിട്ടോ. അപ്പോൾ അവർ പറഞ്ഞില്ലേ ഇങ്ങനെ വലയിട്ടേക്കും. എന്നിട്ട് ഇനി ഇവിടുന്ന് ആട്ടിയിട്ട് കൊണ്ടും മീങ്ങളെ ആട്ടി കൊടുന്നിട്ട് ഇത് കണ്ടു ആട്ടാട്ടലി കണ്ടില്ലേ മീനാട്ടി കൊണ്ടാണ് സെറ്റ്. 3 തലക്കൊന്ന് മീനാട്ടിയിട്ട് ഇത് പുതിയ അറിവാട്ടില്ലേ. പുതിയൊരു അറിവാണ് മീനിനെ പിടിക്കണത്. ഇതിലെ ഞാൻ പറഞ്ഞ ഐഡിയ ഇട്ടത്
ഇജ്ജെന്താ പറഞ്ഞ ഈ വല നേരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? അത് നമ്മളവിടുത്തെ റൈഡ്. ഇത് ലോക്കൽ, ഇത് മീൻ കിട്ടുമെന്ന് അറിയില്ല, ഞാൻ അറിയില്ല കേട്ടോ. ഇട്ടായിക്കൊണ്ടോ, ലൈറ്റൊക്കെ പോകലെടുത്തിക്കണോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് അവിടെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, നീന്തലുണ്ട്, ആൾക്കാരുണ്ട് ഇവിടെ. കുറച്ച് ഞങ്ങളപ്പോൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.